ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ പൊടിച്ചെടുക്കാൻ നോക്കാം. രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒത്തിരി നാളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഈ ഒരു ഗാർലിക് പൗഡർ എങ്ങനെ പൊടിച്ചെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി പൊടിച്ചെടുക്കാനായിട്ട് 500 ഗ്രാം അഥവാ 1/2 കിലോ അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി എടുക്കാതെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വെളുത്തുള്ളി എടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇനി ഓരോ വെളുത്തുള്ളിയും ഇതിനങ്ങ് വേർതിരിച്ചെടുക്കുക. അതിനായിട്ട് ഇതുപോലെ വെളുത്തുള്ളി റൂട്ട് പോർഷനിൽ ഇടിക്കല്ല് വെച്ചിട്ട് 2-3 പ്രാവശ്യം തട്ടി കൊടുത്താൽ ഇതുപോലെ ഓരോന്നും വെടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി എല്ലാതും ഇതേ രീതിയിൽ ചെയ്തിട്ടെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇടിക്കല്ലില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹാമറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വെളുത്തുള്ളി മൊത്തത്തിൽ ഓരോന്നായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇതിന് ഈ റൂട്ട് പോർഷനും അതുപോലെ ഈ ഒരു തൊലിയും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ഈ ഒരു പുറമേയുള്ള തൊലിയൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ടെടുക്കാം. ഇതിവിടെ ആ ഒരു പുറമേയുള്ള തൊലി മാത്രമായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഇതിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് വേണം കഴുകിയെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു വെള്ളം പോകാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തുടച്ചെടുത്താലും മതിയാകും. ഞാനിതാ ഇതിവിടെ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പ്രാവശ്യമായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കേണ്ട 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഞാനൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടിച്ചെടുത്ത വെളുത്തുള്ളി മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഒത്തിരി പേസ്റ്റ് പോലെ ഒരിക്കലും ആക്കിയെടുക്കരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാൽ ഇതിൽ അരയാതെ കെടുക്കുകയും ചെയ്യരുത്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനിതാ ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ വെളുത്തുള്ളി ചതച്ചെടുത്താൽ ഇത്രയും അളവിലാണ് കിട്ടുക. ഇതെങ്ങനെ ഉണക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം പരന്നിട്ടുള്ള പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരിക്കലും വെളുത്തുള്ളി നേരിട്ട് ചേർത്തിട്ട് ഉണക്കിയെടുക്കരുത്. അപ്പോൾ അതിലങ്ങ് പ്ലേറ്റിലങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതെടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിൻ്റെ ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കണോ അത്രത്തോളം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അധികം കട്ടിയാക്കിയെടുത്താൽ ഉണങ്ങിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാകും. ഇതുപോലെ നല്ല തിന്നായിട്ട് ഈ പ്ലേറ്റിൽ മൊത്തത്തിൽ അങ്ങ് പരത്തിയിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അതുപോലെ ചെയ്തിട്ടെടുക്കുക. ഇതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിന്നായിട്ടങ്ങ് പരത്തിയിട്ട് വെച്ചെടുക്കാം. 2 പ്ലേറ്റിലായിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കുക. ഞാൻ 2 ദിവസം വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നല്ല വെയിലുള്ളിടത്താണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഉണക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി ഓവനിൽ വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് ഒരു 250 ഗ്രാം അഥവാ 1/4 കിലോ വെളുത്തുള്ളി ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒത്തിരി പേസ്റ്റ് പോലെ ആക്കിയെടുക്കരുത്. ഇനി ഓവനിൽ വെക്കുന്ന ട്രേ എടുക്കുക. ഇതിലേക്ക് ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കുക. ഏത് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആ ഒരു ചതച്ചെടുത്തുള്ള ആ ഒരു വെളുത്തുള്ളി നല്ല തിന്നായിട്ടങ്ങ് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും തിന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ OTG ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വെളുത്തുള്ളി മൊത്തത്തിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് നല്ല പോലെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെളുത്തുള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഇതായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതിയാകും. പിന്നെ ഓരോ ഓവനനുസരിച്ചും സമയം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കണ ഓവനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയത്തിന് വ്യത്യാസം വന്നേക്കും. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണ ആ ഒരു പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. പിന്നെ ഈ ഒരു ഫോയിൽ പേപ്പറിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഒട്ടിപ്പിടിക്കുള്ളൂ. പിന്നെ ഇത് ഓവനിൽ വെച്ച് ചെയ്യുമ്പോൾ വീട്ടിൽ മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലാവട്ടോ ഉണ്ടാകുക. ഈ ഒരു വെളുത്തുള്ളിൻ്റെ നല്ല സ്മെല്ല് മൊത്തത്തിൽ ഉണ്ടാകും. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു ഗാർലിക് പൗഡർ കിട്ടാനായിട്ട്.
ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാതെയും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുക. വെളുത്തുള്ളി 2 ദിവസം കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പ്ലേറ്റിലും നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്തുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ തന്നെ ഉണക്കിയെടുക്കണം. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഒട്ടിപ്പിടിക്കും, ചെറുതായിട്ട് മാത്രമേ ഒട്ടിപ്പിടിക്കുള്ളൂ. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കാം. 2 പ്ലേറ്റിൽ ഒന്നിച്ചിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. ഇനി പൊടിച്ചെടുത്തത് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ നേരത്തെ ഓവനിൽ വെച്ചതിനെക്കാട്ടും ഒന്നും കൂടെ നല്ല ഫൈൻ പൗഡറും അതുപോലെ നല്ലൊരു കളറും കിട്ടിയിട്ടുള്ളത് ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള പൗഡറിനാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കുക. പക്ഷെ ഒന്നും കൂടെ നല്ലത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണതാണ്. സമയമുള്ളവർ അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് കിട്ടും. അല്ല ഓവനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് കളറിലാവട്ടോ കിട്ടുക. അതുപോലെ സൺലൈറ്റിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തത് ഇതുപോലെ കളറിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. സമയമുള്ളവർ വെയിലത്ത് വെച്ചിട്ട് ചെയ്തിട്ട് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിലും ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗാർലിക് പൗഡർ നിങ്ങൾക്ക് എന്തിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഈ ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാകും, കൂടുതലായിട്ട് ചേർക്കണ്ട. ഇതിലേക്ക് സെപ്പറേറ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കാതെ ഈ ഒരു ഗാർലിക് പൗഡർ വെച്ചിട്ടും ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ തന്നെ ഫിഷും ഫ്രൈ ആക്കി എടുക്കാൻ ഈ ഒരു ഗാർലിക് പൗഡർ മാത്രം മതിയാകും. നിങ്ങൾക്ക് എന്തിലേക്കും ഇത് യൂസ് ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്